പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അടുത്ത കാലത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ ആർത്തവ അവധി ലഭിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വാർത്ത കണ്ടു. അപ്പോൾ പലരും വിചാരിക്കുന്നത് എല്ലാ മാസവും 3 ദിവസത്തെ അവധി എടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ്. ആർത്തവ അവധി എല്ലാ മാസവും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ സർക്കാർ ജീവനക്കാർ ക്യാഷ് ലീവ് എന്നും മറ്റു പല ലീവ് എന്ന് പറയും പോലെ ഒരു ലീവ് മാത്രമാണ്. ആ ലീവ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ ഇത് എപ്പോൾ പ്രയോജനപ്പെടും എന്ന് വെച്ചാൽ, ചില കുട്ടികൾക്ക് പല പല അസുഖങ്ങൾ നിമിത്തം അറ്റൻഡൻസ് തികയാതെ വരും. അപ്പോൾ ഈ അവധിയുടെ അറ്റൻഡൻസും കൂടെ എടുത്തിട്ട് കുട്ടിക്ക് അവിടെ അറ്റൻഡൻസ് ഷോർട്ടേജ് വരാതിരിക്കാൻ ഒരു സഹായമായിരിക്കും ഈ ആർത്തവ അവധി. നമുക്ക് ഏൺ ലീവൊക്കെ ഉണ്ടല്ലോ. ഏൺ ലീവൊക്കെ ആരെങ്കിലും എപ്പോഴും എടുക്കാറുണ്ടോ? നമ്മൾ അതുപോലെ തന്നെ കമ്മ്യൂട്ടർ ലീവുണ്ട്, പിന്നെ ഹാഫ് പേ ലീവുണ്ട്. അപ്പോൾ ഇതൊന്നും എടുത്തങ്ങ് നശിപ്പിച്ച് കളയുന്നതല്ല. അവിടെ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവധികളാണ്. ഇത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം, ആവശ്യമില്ലെങ്കിൽ അതവിടെ കിടക്കും. അതാണ് ഈ അവധി കൊണ്ടുള്ള പ്രയോജനം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലുള്ള തെറ്റാണ് ഈ ആർത്തവ അവധി എന്ന് വെച്ചാൽ എല്ലാം എടുത്തു തീർക്കണം എന്നുള്ള ചിന്താഗതി. ആർത്തവ അവധി എല്ലാ മാസവും എല്ലാ കുട്ടികളും എടുക്കണ്ട, ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആർത്തവ അവധി എല്ലാ മാസവും എടുക്കണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീലേഖ മാം പറഞ്ഞത്, നാണക്കേടല്ലേ മറ്റുള്ളവരെ അറിയില്ലേ എന്ന്. നമ്മൾ എടുത്താലല്ലേ അറിയൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ എടുക്കൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ ലീവ് അവിടെ കിടക്കും. നമുക്കിത് പ്രയോജനപ്പെടുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ലീവിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ ഈ ആർത്തവ അവധിയും നമ്മുടെ ലീവായിട്ട് കണക്കാക്കി നമ്മുടെ ആ ഷോർട്ടേജ് നമുക്കവിടെ നികത്താൻ പറ്റും. മനസ്സിലായോ? ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. അതായത് നേരത്തെ ആണെങ്കിൽ നമുക്കൊരു കുട്ടിക്ക് അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് ആർത്തവ സംബന്ധമായ അസുഖം വരുമ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ആണെങ്കിൽ പോവാതിരിക്കുന്ന കുട്ടിക്ക് മറ്റ് ലീവുകൾ അല്ലാതെ ആർത്തവ അവധി എന്ന് പറഞ്ഞൊരു ലീവ് എടുക്കാൻ പറ്റും. അപ്പോൾ അവസാന നിമിഷം നമ്മൾ ലീവ് നോക്കും, നമുക്ക് എത്ര ലീവായിരുന്നു. ആ സമയം നമുക്ക് നേരത്തെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്കുള്ള ലീവ് എടുക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയല്ല. മറ്റ് ലീവുകളിൽ ഉൾപ്പെടുത്താത്ത ആർത്തവ അവധി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ അവധി നമുക്ക് കണക്കാക്കി നമ്മുടെ ഷോർട്ടേജ് പരിഹരിക്കപ്പെടും. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ ആർത്തവ അവധി എല്ലാം കൂടെ കൂട്ടിവെച്ച് നമ്മുടെ ഷോർട്ടേജ് പരിഹരിക്കപ്പെടും എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മുൻപാണെങ്കിൽ നമ്മൾ മറ്റ് ലീവുകൾ എടുക്കണമായിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആർത്തവ അവധി കിട്ടി.